ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്. അവൾ നക്ഷത്രരാശിയെ അതിശയിക്കുന്നു. പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ. കാരണം പ്രകാശം ഇരുട്ടിനു വഴിമാറുന്നു. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ജ്ഞാനം 7:29. കാൽപന്തിൻ്റെ മാസ്മരികത ഹൃദയ താളമായി മാറിയ കല്ലാനോടിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന് പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് മികവിൻ്റെ കേന്ദ്രമായി മാറിയ കല്ലാനോട് സെന്റ് മേരീസ് ഹൈസ്കൂൾ അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് 62 വർഷങ്ങൾ. വിദ്യാഭ്യാസം ഒരു നാണയമാണ്. അതിൻ്റെ ഒരു വശം ജ്ഞാനത്തെയും മറുവശം സ്വഭാവത്തെയും കുറിക്കുന്നു എന്ന വിദ്യാഭ്യാസ വിചക്ഷണനായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കും വിധം വിദ്യാർത്ഥികളിൽ വിജ്ഞാനത്തിൻ്റെ അഗ്നിച്ചിറകുകൾ വിരിച്ചും സ്വഭാവ രൂപീകരണത്തിന് മൂല്യബോധത്തിൻ്റെ ചിന്തകൾ പകർന്നും കല്ലാനോട് സെന്റ് മേരീസ് ഹൈസ്കൂൾ കല്ലാനോടിൻ്റെയും പ്രാന്തപ്രദേശങ്ങളുടെയും സാമൂഹ്യ നിർമ്മിതിയുടെ ഭാഗമാകുന്നു. SSLC പരീക്ഷയിൽ തുടർച്ചയായി 20ാം തവണയും 100 മേനി വിജയം കൊയ്തതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെ ഈ പ്രകാശഗോപുരത്തെ നാളിതുവരെ ജ്വലിപ്പിച്ച പൂർവ്വസാരഥികൾക്കു മുൻപിൽ ശിരസ്സു നമിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ആദരണീയ സമൂഹത്തിനു മുൻപാകെ സമർപ്പിക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ്. സ്കൂൾ രക്ഷാധികാരി മാർ റമീജിയോസ് ഇഞ്ചനാനിയിൽ. കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട്ട്. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസഫ് ചുണ്ടയിൽ. ഹെഡ്മാസ്റ്റർ ശ്രീ സജി ജോസഫ്. കരുത്തരും സംലഭ്യരുമായ ഈ നേതൃസ്തംഭങ്ങളോട് ചേർന്ന് 31 അധ്യാപകരും 4 അനധ്യാപകരും 600 വിദ്യാർത്ഥികളും 20 ഡിവിഷനുകളിലായി കൈകോർക്കുമ്പോൾ ഈ അക്ഷരഗോപുരം വിജ്ഞാനത്തിൻ്റെ കൈത്തോടായി പരിണമിക്കുന്നു. സ്ഥലം മാറ്റവും പുതിയ നിയമനങ്ങളും. അർത്ഥപൂർണവും ആത്മാർത്ഥവുമായ അധ്യാപന ശുശ്രൂഷയ്ക്ക് ശേഷം ശ്രീമതി സംഗീത ജോസഫ്, ശ്രീമതി സിനി KM, ശ്രീമതി രശ്മി അഗസ്റ്റിൻ, ശ്രീ അജയ് തോമസ്, ശ്രീമതി അഞ്ജു TP എന്നിവർ പുതിയ കലാലയങ്ങളിൽ ചേക്കേറി. പ്രിയ അധ്യാപകരെ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ വർഷം ഹൈസ്കൂൾ മലയാളം അധ്യാപിക ശ്രീമതി മഞ്ജുഷ M, സംസ്കൃത അധ്യാപിക ശ്രീമതി സ്വാതി കൃഷ്ണ, BRC റിസോഴ്സ് പേഴ്സൺ ശ്രീമതി അർഷ മുഷ്റഫ്, കൗൺസിലർ ശ്രീമതി മെർലിൻ ജോസ് എന്നിവർ സെന്റ് മേരീസ് കുടുംബത്തിലേക്ക് കടന്നുവന്നു. 2024-25 അധ്യയന വർഷത്തെ PTA ജനറൽ ബോഡി യോഗം ജൂൺ മാസത്തിൽ തന്നെ ചേരുകയുണ്ടായി. PTA പ്രസിഡന്റായി ശ്രീ ഷാജു നരിപ്പാറയും വൈസ് പ്രസിഡന്റായി ശ്രീ ജിമ്മി ജോർജും MPTA ചെയർപേഴ്സണായി ശ്രീമതി ടിൻഡു കണിച്ചേരിയും തെരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാ ടേമിലും ക്ലാസ് PTA മീറ്റിംഗുകൾ കൃത്യമായി ചേരുകയും കുട്ടികളുടെ പഠന പുരോഗതിയെക്കുറിച്ച് ചർച്ച നടക്കുകയും ചെയ്യുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും വായന വാരാചരണവും ജൂൺ മാസത്തിൽ നടന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം ശ്രീ ജോൺസൺ കക്കയവും വായന വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ മനു വി തോട്ടക്കാട്ടും നിർവഹിച്ചു. SSLC, USS, NMMS വിജയികളെ പ്രസ്തുത ചടങ്ങിൽ ആദരിച്ചു. വിവിധ എൻഡോമെന്റുകളുടെ വിതരണവും നടന്നു. ചടങ്ങിന് റവറൻഡ് ഫാദർ ജിനോ ചുണ്ടയിൽ അധ്യക്ഷത വഹിച്ചു. 2023-24 അക്കാദമിക വർഷം SSLC പരീക്ഷ എഴുതിയ 121 വിദ്യാർത്ഥികളും മികച്ച വിജയം കൈവരിച്ചു. 37 കുട്ടികൾക്ക് ഫുൾ A+, 6 കുട്ടികൾക്ക് 9 A+, 7 പേർക്ക് A+Aയും ലഭിച്ചു. തുടർച്ചയായി 20 വർഷങ്ങൾ 100% വിജയം എന്നത് സെന്റ് മേരീസിന് അഭിമാനാർഹമായ ഒരു പൊൻതൂവൽ. 2023-24 അധ്യയന വർഷത്തിൽ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്നും നൂതന അക്കാദമിക പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു നടപ്പാക്കിയ മികച്ച വിദ്യാലയത്തിനുള്ള അവാർഡ് നമ്മുടെ സ്കൂളിന് ലഭിക്കുകയുണ്ടായി. പാഠ്യേതര രംഗത്ത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിച്ച വർഷമായിരുന്നു കഴിഞ്ഞുപോയത്. 3 NMMS കോർപ്പറേറ്റ് തലത്തിൽ 1ാം സ്ഥാനം, 5 USS കോർപ്പറേറ്റ് തലത്തിൽ 2ാം സ്ഥാനം. ഈ അധ്യയന വർഷത്തിലും USS NMMS മത്സര പരീക്ഷകൾക്ക് ചിട്ടയായ ട്രെയിനിങ് ശ്രീ സെബിൻ ടോംസിൻ്റെയും ശ്രീമതി ലീബ ആന്റണിയുടെയും നേതൃത്വത്തിൽ നടന്നുവരുന്നു. വിവിധ മത്സര പരീക്ഷകൾക്കായി പരിശീലനം നൽകാൻ സ്കൂൾ പ്രതിഭാ ക്ലബ്ബ് സദാ സജ്ജമാണ്.
താമരശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സംഘടിപ്പിക്കുന്ന ടാലൻഷ്യ 1.0 മെഗാ ക്വിസിൽ നമ്മുടെ കുട്ടികൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ മേഖലാതലത്തിൽ സമ്മാനാർഹരായി. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം 7.0-ൽ നമ്മുടെ സ്കൂളിൽ നിന്നും മീവ അന്ന ജോസഫ്, ജിയ മരിയ ജിൻഡോ, ആൻസല റോസ് സെബാസ്റ്റ്യൻ, ജോസഫ് ആന്റണി, ഗൗതം കൃഷ്ണ എന്നീ കുട്ടികൾ പ്രാഥമിക ഘട്ടം വിജയിക്കുകയും ക്യാഷ് അവാർഡിന് അർഹരാകുകയും ചെയ്തു. ഖാദി ബോർഡ് നടത്തിയ കോഴിക്കോട് ജില്ലാതല ഗാന്ധി ക്വിസ് മത്സരത്തിൽ അന്ന എലിസബത്ത് ഷാജി, മഡോണ ജോസഫ് എന്നിവർ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടി. DCL IQ ക്വിസിൽ ശ്രീനന്ദ MS A++ ഗ്രേഡ് നേടി. താമരശ്ശേരി എക്സൈസ് സർക്കിൾ സംഘടിപ്പിച്ച ഹൈസ്കൂൾ തല സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ അന്ന എലിസബത്ത് ഷാജി, ഡിൽന BJ എന്നിവർ 2ാം സ്ഥാനം നേടി. സബ് ജില്ലാ, ജില്ലാ മത്സരങ്ങളിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു. പ്രവൃത്തി പരിചയമേളയിൽ സബ് ജില്ലാ തലത്തിൽ 2nd ഓവറോൾ നേടി. 16 കുട്ടികൾ ജില്ലാ തലത്തിൽ മാറ്റുരച്ചു. ആക്നൽ ജോർജ് ശ്യാം, ബെഞ്ചമിൻ ബ്രിജേഷ് എന്നിവർ സംസ്ഥാന തലത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കി. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സോഷ്യൽ സയൻസ്, സംസ്കൃത, IT മേളകളിൽ നമ്മുടെ കുട്ടികൾ നിരവധി 1ഉം 2ഉം സ്ഥാനങ്ങളും A ഗ്രേഡും നേടി തിളക്കമാർന്ന വിജയം കൈവരിച്ചു. ജനുവരി മാസത്തിൽ നടന്ന ജയ്സമ്മ ടീച്ചർ മെമ്മോറിയൽ ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മുടെ കുട്ടികൾക്ക് 1ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. കൂരാച്ചുണ്ട് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നൽകുന്ന ജേക്കബ് പടലോടി ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് വിദ്യാലയത്തിലെ കായിക അധ്യാപകനായ ശ്രീ നോബിൾ കുര്യാക്കോസ് അർഹനായി. കായിക മേഖലയിലെ അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ്. സ്കൗട്ട് അധ്യാപകർക്കുള്ള പരമോന്നത ബഹുമതിയായ ഹിമാലയൻ വുഡ് ബാഡ്ജിന് ശ്രീമതി സാനിയ വർഗീസ് അർഹയായി. 15 വർഷത്തെ സർവീസ് പൂർത്തീകരിച്ച അധ്യാപകർക്കുള്ള ലോങ് സർവീസ് ഡെക്കറേഷൻ അവാർഡിന് ശ്രീ ഷനോജ് ആന്റണിയും അർഹനായി. 2024 ഏപ്രിൽ മെയ് മാസങ്ങളിൽ കല്ലാനോട് സെന്റ് മേരീസ് സ്പോർട്സ് അക്കാദമിയുമായി സഹകരിച്ച് 200ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ച് അവധിക്കാല പരിശീലന പരിപാടികളോടെ ഈ വർഷത്തെ സ്പോർട്സ് പരിപാടികൾക്ക് തുടക്കമായി. കോഴിക്കോട് ജില്ലാ അത്ലറ്റിക് അസോസിയേഷനുമായി സഹകരിച്ച് രാവിലെ 7 മണി മുതൽ 9 മണി വരെ അത്ലറ്റിക് പരിശീലനവും 11 മണി മുതൽ ക്രിക്കറ്റ് പരിശീലനവും കേരള ഫുട്ബോൾ അസോസിയേഷന്റെ കീഴിലുള്ള സ്കോർലൈൻ ഫുട്ബോൾ അക്കാദമിയുമായി സഹകരിച്ച് വൈകുന്നേരം 3:30 മുതൽ 5 മണി വരെ ഫുട്ബോൾ ക്യാമ്പും നടത്തി. അവധിക്കാല പരിശീലനത്തിൽ നിരവധി ദേശീയ, സംസ്ഥാന തലങ്ങളിലുള്ള പരിശീലകർ പങ്കാളികളായി. കോഴിക്കോട് ജില്ലയിൽ മികച്ച അത്ലറ്റിക് പരിശീലന ക്യാമ്പ് എന്ന നിലയിൽ ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ മെഹറൂഫ് മണലോടി 35,000 രൂപ വിലയുള്ള ഹഡിലുകൾ സ്കൂളിന് സമ്മാനിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജിനോ ചുണ്ടയിലിന്റെയും PTA കമ്മിറ്റിയുടെയും പ്രത്യേക താൽപര്യത്തിൽ സ്കൂളുമായി സഹകരിച്ച് പുതിയ ലോങ് ജംപ് പിറ്റ് നിർമ്മിച്ചു. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ജില്ലാ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വിജയികൾക്ക് സ്വീകരണവും സർട്ടിഫിക്കറ്റ് വിതരണവും കേരള സന്തോഷ് ട്രോഫി താരം ശ്രീ അർജുൻ ബാലകൃഷ്ണൻ നിർവഹിച്ചു. പേരാമ്പ്ര സബ് ജില്ലാ കായികമേളയിൽ നമ്മുടെ സ്കൂൾ ഓവറോൾ 2ാം സ്ഥാനം കരസ്ഥമാക്കി. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന റവന്യൂ ജില്ലാ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലെ മികച്ച സ്കൂളുകളിൽ ഒന്നാകാൻ കല്ലാനോട് സെന്റ് മേരീസിന് കഴിഞ്ഞു. നവംബർ 7 മുതൽ 11 വരെ എറണാകുളത്ത് വെച്ച് നടന്ന സ്റ്റേറ്റ് സ്കൂൾ ഒളിമ്പിക്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി 9 കുട്ടികൾ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഈ വർഷം കോഴിക്കോട് ജില്ലയ്ക്ക് അനുവദിച്ച സംസ്ഥാന ക്രോസ് കൺട്രി ചാമ്പ്യൻഷിപ്പിന് ആതിഥ്യമരുളാൻ കല്ലാനോട് സെന്റ് മേരീസ് സ്കൂളിന് സാധിച്ചു. ക്രോസ് കൺട്രി ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ മന്ത്രി ജെ ചിഞ്ചുറാണി കല്ലാനോട് സെന്റ് മേരീസ് സ്കൂൾ മാനേജർ ഫാദർ ജിനോ ചുണ്ടയിലിന് കൈമാറി പ്രകാശനം ചെയ്തു. ക്രോസ് കൺട്രിയോടനുബന്ധിച്ച് വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളത്തിലെ 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 600ഓളം കായിക താരങ്ങൾ പങ്കെടുത്ത ക്രോസ് കൺട്രി ചാമ്പ്യൻഷിപ്പ് വൻ വിജയമായിരുന്നു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി നമ്മുടെ 9 കുട്ടികൾ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിൽ MLA അഡ്വക്കേറ്റ് സച്ചിൻ ദേവ് വിജയികൾക്കുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും മെഡലുകളും വിതരണം ചെയ്തു. മുൻ കായിക താരവും പ്രവാസിയുമായ ബോസ് പള്ളിവാതുക്കൽ ചാമ്പ്യൻഷിപ്പിനായി 1.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു.
ജില്ലാ കിഡ്സ് അത്ലറ്റിക് മീറ്റിൽ ലെവൽ 3 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നമ്മുടെ കുട്ടികൾ ചാമ്പ്യന്മാരായി. തൃശൂർ വെച്ച് നടന്ന സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് മീറ്റിലും കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ജനുവരി 15, 16 തീയതികളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ജില്ലാ മിനി പ്രൊമോഷൻ അത്ലറ്റിക് മീറ്റിൽ 7 കാറ്റഗറിയായി നടന്ന മത്സരങ്ങളിൽ 3 കാറ്റഗറിയിൽ ജില്ലയിൽ 1-ാം സ്ഥാനം നേടുകയും ഓവറോൾ 3-ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. ചക്കിട്ടപ്പാറയിൽ വെച്ച് നടന്ന സബ് ജില്ലാ നീന്തൽ മത്സരങ്ങളിൽ നമ്മുടെ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. കോഴിക്കോട് ജില്ലാ സ്കൂൾ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിൽ 5-ാം സ്ഥാനം കരസ്ഥമാക്കി. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ജില്ലയ്ക്കു വേണ്ടി നമ്മുടെ സ്കൂളിലെ 5 പേർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മലപ്പുറത്ത് വെച്ച് നടന്ന അണ്ടർ 15 ഗേൾസ് സംസ്ഥാന ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ജില്ലാ ടീമിലേക്ക് 3 കുട്ടികൾക്ക് സെലക്ഷൻ ലഭിച്ചു. ആനുവൽ സ്പോർട്സ് മീറ്റിനോടനുബന്ധിച്ച് ഹൗസ് അടിസ്ഥാനത്തിൽ ഇന്റർ ഹൗസ് ഫുട്ബോൾ മത്സരങ്ങളും 2 ദിവസത്തെ അത്ലറ്റിക് മത്സരങ്ങളും നടന്നു. സുബ്രതോ കപ്പ് ഫുട്ബോൾ മത്സരങ്ങളിൽ സബ് ജില്ലാ തലങ്ങളിൽ മികച്ച വിജയം കൈവരിക്കാൻ സ്കൂൾ ഫുട്ബോൾ ടീമിന് കഴിഞ്ഞു. സബ് ജൂനിയർ ബോയ്സ്, ജൂനിയർ ബോയ്സ് വിഭാഗങ്ങളിൽ സബ് ജില്ലാ തലത്തിൽ റണ്ണേഴ്സ് അപ്പും സീനിയർ ബോയ്സ്, ജൂനിയർ ഗേൾസ് വിഭാഗങ്ങളിൽ സബ് ജില്ലാ തലത്തിൽ ചാമ്പ്യൻസുമാകാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു. ഖേലോ ഇന്ത്യ ഫുട്ബോൾ ടൂർണമെന്റിൽ കർണാടകയിൽ വെച്ച് നടന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ മാംഗ്ലൂർ സ്പോർട്ടിങ്ങിനു വേണ്ടി കലാനോട് സെന്റ് മേരീസ് സ്കൂളിലെ ആദിത്യ പ്രകാശ്, ആദിത്യ AP, വിഷ്ണുപ്രിയ എന്നീ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയറായി വിഷ്ണുപ്രിയയെ തിരഞ്ഞെടുത്തു. കല്ലാനോട് സെന്റ് മേരീസ് സ്പോർട്സ് അക്കാദമിയുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും സ്പോർട്സ് മേഖലയിലെ മികവിന് കാരണമായിട്ടുണ്ട്. സ്പോർട്സ് അക്കാദമി രക്ഷാധികാരി റവറൻ ഫാദർ ജിനോ ചുണ്ടയിൽ, കൺവീനർ സജി ജോസഫ്, ചെയർമാൻ ശ്രീ ജോസഫ് തോമസ് തടത്തിൽ, ശ്രീമതി ഫിലോമിന ജോർജ് തടത്തിൽ, ശ്രീ തോമസ് KJ, ശ്രീ ഷിൻഡോ KS എന്നിവരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. വരും വർഷങ്ങളിൽ സ്പോർട്സ് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ മികച്ച നിലവാരത്തിലേക്ക് ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരിസ്ഥിതി ദിനത്തിൽ സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നടുകയും 2020 നട്ട ഫലവൃക്ഷത്തൈയുടെ 4ാം ജന്മദിനം ആഘോഷിക്കുകയും ചെയ്തു. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ സംസ്കരിക്കുന്നതിനായി ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാലയത്തിൽ ഒരു പെൻ ബോക്സ് സ്ഥാപിക്കുകയും ചെയ്തു. ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് വിദ്യാലയത്തിൽ മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനം കായിക അധ്യാപകൻ ശ്രീ നോബിൾ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. കരിയാത്തുംപാറയിൽ വെച്ച് നടത്തിയ യോഗ പരിശീലനം കുട്ടികൾക്ക് നവാനുഭവമായി. താമരശ്ശേരി കോർപ്പറേറ്റ് സംഘടിപ്പിച്ച യോഗ ദിനാചരണ മത്സരത്തിൽ നമ്മുടെ വിദ്യാലയം 2ാം സ്ഥാനം കരസ്ഥമാക്കി. ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരി വിരുദ്ധ റാലിയും പോസ്റ്റർ നിർമ്മാണവും സംഘടിപ്പിച്ചു. ബഷീർ ദിനത്തിൽ ബഷീർ അനുസ്മരണം, ക്വിസ് മത്സരം, കഥാപാത്ര ആവിഷ്കാരം എന്നിവ നടത്തി. താമരശ്ശേരി രൂപത മധ്യസ്ഥയായ അൽഫോൺസാമ്മയുടെ ഓർമ്മദിനത്തിൽ അൽഫോൺസ ക്വിസ്, സൂക്താവതരണം, ഗ്രൂപ്പ് സോങ് എന്നിവ സംഘടിപ്പിക്കുകയും കുട്ടികൾക്ക് പായസം വിതരണം ചെയ്യുകയും ചെയ്തു. കോർപ്പറേറ്റ് തലത്തിൽ സമ്മാനം നേടി. പ്രേംചന്ദ് ദിനവും ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളും വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷിച്ചു. നാഷണൽ സ്പോർട്സ് ഡേയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മാരത്തോൺ സ്കൂൾ മാനേജർ ഫാദർ ജിനോ ചുണ്ടയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. മദർ തെരേസ ദിനവും അധ്യാപക ദിനവും മുൻ അധ്യാപകരെ ആദരിച്ചുകൊണ്ട് ആഘോഷിച്ചു. ഓണാഘോഷം വിവിധ മത്സരങ്ങളോടെ പൂക്കളമിട്ടും സദ്യയുണ്ടും ഗംഭീരമായി ആഘോഷിച്ചു. ശ്രീ പോൾ കല്ലാനോട് മുഖ്യാതിഥിയായിരുന്നു. മദർ തെരേസ സേവന അവാർഡ് പദ്ധതിയുടെ നേതൃത്വത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ദിനം വൃദ്ധസദനത്തിലെ അമ്മമാരോടൊപ്പം ആഘോഷിച്ചു. ക്രിസ്മസിന് അധ്യാപകരുടെ നേതൃത്വത്തിൽ പുൽക്കൂടൊരുക്കിയും കേക്കിന്റെ മധുരം നുകർന്നും കരോൾ സോങ്ങുകൾ ആലപിച്ചും ഉണ്ണീശോയുടെ ജനനത്തിന്റെ സന്ദേശം കുട്ടികളെ അറിയിച്ചു. നമ്മുടെ സ്കൂളിൽ 2 സ്കൗട്ട് യൂണിറ്റും ഒരു ഗൈഡ് യൂണിറ്റും പ്രവർത്തിച്ചു വരുന്നു. 27 രാജ്യ പുരസ്കാർ സ്കൗട്ട് ഗൈഡുകൾ, 28 ദ്വിതീയ സോപാൻ സ്കൗട്ട് ഗൈഡുകൾ, 26 പ്രവേശ് സ്കൗട്ട് ഗൈഡുകൾ യൂണിറ്റിൽ പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ യൂണിറ്റ് ശിശുദിന മത്സരത്തിൽ LA തല മത്സരത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. ജില്ലാ ക്യാമ്പോരിയിൽ ഓവറോൾ റണ്ണേഴ്സ് അപ്പ് ആയി. യൂണിറ്റ് തല ക്യാമ്പ്, ഹൈക്ക്,
ശില്പശാല എന്നിവ നടത്തിവരുന്നു. എല്ലാ ബുധനാഴ്ചയും ട്രൂപ്പ് മീറ്റിംഗ് കൂടുകയും ചെയ്യുന്നു. സ്കൗട്ട് മാസ്റ്റേഴ്സായി ശ്രീമതി സാനിയ വർഗീസ്, ശ്രീ ഷനോജ് ആന്റണി, ഗൈഡ് ക്യാപ്റ്റനായി ബിൻസി മാത്യു എന്നിവർ കുട്ടികളെ പരിശീലിപ്പിച്ചു വരുന്നു. സുരക്ഷിതവും ആരോഗ്യകരവുമായ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് നിയമനിർവഹണ അധികാരികളുമായി സഹകരിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന SPC പദ്ധതി ശ്രീ ഷിബി ജോസ്, ശ്രീമതി ബേസിൽ ടി ബേബി എന്നീ അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും തങ്ങളുടെ നിറസാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് വിജയകരമായി മുന്നോട്ടു പോകുന്നു. നിലവിൽ 131 കേഡറ്റുകൾ ഈ പദ്ധതിയിൽ അംഗങ്ങളാണ്. 2024-25 അധ്യയന വർഷത്തിൽ ശ്രീമതി സിമി തോമസിന്റെ നേതൃത്വത്തിൽ 8, 9, 10 ക്ലാസുകളിലായി 28 JRC കേഡറ്റുകൾ വിദ്യാലയത്തിൽ പ്രവർത്തന നിരതരായിട്ടുണ്ട്. കൂരാച്ചുണ്ടിലെ സാന്തോം ഭവനിലെ അന്തേവാസികളെ JRC കേഡറ്റുകൾ സന്ദർശിച്ചു. പേരാമ്പ്ര ഉപജില്ല ജീൻ ഹെൻറി ഡ്യൂനന്റ് അനുസ്മരണ ക്വിസിൽ നമ്മുടെ JRC യൂണിറ്റ് 2ാം സ്ഥാനം നേടി. സ്കൂൾ IT ക്ലബായ ലിറ്റിൽ കൈറ്റ്സിൽ 8, 9, 10 ക്ലാസുകളിലായി 85 വിദ്യാർത്ഥികൾ അംഗങ്ങളാണ്. കൈറ്റ് മിസ്ട്രസുമാരായ സിമി ദേവസ്യ, സിസ്റ്റർ റെജിൻ മരിയ എന്നിവരുടെ നേതൃത്വത്തിൽ ബുധൻ, വെള്ളി ദിവസങ്ങളിൽ പ്രത്യേക ക്ലാസുകൾ നൽകി വരുന്നു. ആനിമേഷൻ, പ്രോഗ്രാമിംഗ്, റോബോട്ടിക്സ്, മീഡിയ ആൻഡ് ഡോക്യുമെന്റേഷൻ എന്നീ മേഖലകളിൽ കുട്ടികൾ പരിശീലനം നേടുന്നു. ഈ അധ്യയന വർഷം സെന്റ് മേരീസ് യൂണിറ്റിലെ മാർഷൽ വി ഷോബിൻ പ്രോഗ്രാമിംഗ് വിഭാഗത്തിൽ പേരാമ്പ്ര സബ് ജില്ലയിൽ നിന്നും ജില്ലാ തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പുതുതലമുറയിൽ സേവന സന്നദ്ധത വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഫാദർ ഡേവിസ് ചിറമേൽ വിഭാവനം ചെയ്തു നടപ്പാക്കിയ മദർ തെരേസ സേവന പദ്ധതിയുടെ ഒരു യൂണിറ്റ് സിസ്റ്റർ റെജിൻ മരിയയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നു. ബഡ് സ്കൂൾ സന്ദർശനം, ഒറ്റയ്ക്ക് കഴിയുന്ന രോഗികളെ സന്ദർശിക്കൽ, തൊഴിലുറപ്പുകാരോട് ചേർന്നുള്ള പ്രവർത്തനം, അമ്പലക്കുന്ന് കോളനി സന്ദർശനം, പൊതിച്ചോറ് വിതരണം എന്നിവ നമ്മുടെ കുട്ടികൾ ചെയ്ത ഏതാനും ചില പ്രവർത്തനങ്ങളാണ്. 2023-24 അധ്യയന വർഷത്തിൽ മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നമ്മുടെ വിദ്യാലയത്തിലെ 10 കുട്ടികൾ 5000 രൂപ വീതം ആകെ 50,000 രൂപയുടെ ക്യാഷ് അവാർഡിന് അർഹരായി എന്നത് വലിയ നേട്ടമായി കരുതുന്നു. താമരശ്ശേരി രൂപത KCBC ലഹരി വിരുദ്ധ സമിതി വ്യക്തിത്വ വികസന ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ കോർപ്പറേറ്റ് തലത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് 1ാം സ്ഥാനവും ഈ അക്കാദമിക വർഷം സാഹിത്യോത്സവ മത്സരങ്ങളിൽ UP വിഭാഗത്തിൽ 2ാം സ്ഥാനവും നമ്മുടെ വ്യക്തിത്വ വികസന ക്ലബിന് ലഭിക്കുകയുണ്ടായി. ക്ലബ് പ്രവർത്തനങ്ങൾക്ക് ശ്രീമതി ലൈമി ടോം നേതൃത്വം നൽകുന്നു. പുതുതലമുറയിൽ സ്നേഹത്തിന്റെയും കരുതലിന്റെയും വിത്തുകൾ പാകി നന്മയും വെളിച്ചവും പകർന്ന് തങ്ങളുടെ ചുറ്റുമുള്ളവരെ ചേർത്തു നിർത്തി മുന്നേറുന്ന സേവന സന്നദ്ധരായ ഒരു മികച്ച സമൂഹത്തെ വളർത്തിയെടുക്കുകയാണ് കല്ലാനോട് സെന്റ് മേരീസ് ഹൈസ്കൂളിലെ നല്ലപാഠം ക്ലബ്ബ്. തന്റെ ക്ലാസ് മുറിയിലെ, അയൽപക്കങ്ങളിലെ, സമൂഹത്തിലെ വേദനിക്കുന്ന ഓരോ വ്യക്തിയെയും ചേർത്തു നിർത്താൻ നല്ലപാഠം ക്ലബ്ബ് ഊന്നൽ നൽകുന്നു. ആവശ്യമുള്ള ഓരോ വ്യക്തിക്കും തന്നെ കൊണ്ടാവുന്ന സഹായം ചെയ്യാൻ സുമനസ്സുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കാൻ ക്ലബ് പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്നു. ശ്രീമതി ഐഷ ഇ നജ്മ, ശ്രീ അക്ഷയ് NV എന്നിവർ ക്ലബ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം, ആശയവിനിമയശേഷി എന്നിവ വർദ്ധിപ്പിച്ച് ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനായി വിവിധങ്ങളായ തനതു പ്രവർത്തനങ്ങളാണ് ഇംഗ്ലീഷ് ക്ലബായ ലിറ്റേറ കാഴ്ചവയ്ക്കുന്നത്. ക്ലാസ് റൂം പഠനാന്തരീക്ഷത്തിനു പുറമെ റോൾ പ്ലേ, ലാംഗ്വേജ് ഗെയിംസ്, സ്കിറ്റ്, പസിൽസ് എന്നിവയും പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫസ്റ്റ് ഫ്ലോർ ഇംഗ്ലീഷ് ബ്ലോക്ക് ആക്കുകയും അവിടെ കുട്ടികളും അധ്യാപകരും ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുകയും ചെയ്യുന്നു. കല്ലാനോട് സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ ചിരകാല അഭിലാഷമായിരുന്ന ബാൻഡ് സെറ്റ് എന്ന സ്വപ്നം ഈ അധ്യയന വർഷത്തിൽ പൂവണിഞ്ഞു. 20 കുട്ടികളാണ് ടീമിലുള്ളത്. ചിട്ടയായ പരിശീലനത്തിലൂടെ ആസ്വാദ്യകരമായ പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നു. ശ്രീമതി ജിൽ ടി മാത്യു നേതൃത്വം നൽകുന്നു.
മത്സര പരീക്ഷയെ അഭിമുഖീകരിക്കാനിരിക്കുന്ന SSLC വിദ്യാർത്ഥികളെ കൂടുതൽ ഉണർവോടെയും ഊർജ്ജസ്വലതയോടും കൂടി പരീക്ഷയ്ക്കായി ഒരുക്കുന്നതിനായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ ശ്രീ മില്ലറ്റ് ഷാണ്ടി ക്ലാസ് നയിച്ചു. ഈ അധ്യയന വർഷം 2 പഠനയാത്രകൾ സംഘടിപ്പിച്ചു. UP വിദ്യാർത്ഥികൾക്കായി മിൽമ, പ്ലാനറ്റോറിയം, ബേപ്പൂർ എന്നിവിടങ്ങളിലേക്കും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി മലമ്പുഴ, കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്കും പഠനയാത്ര നടത്തി. അക്ഷരവഴികളിലൂടെ സെയിന്റ് മേരീസ് തന്റെ ജൈത്രയാത്ര ആരംഭിച്ചിട്ട് 62 വർഷം പൂർത്തിയാവുന്നു. നാളിതുവരെ മുന്നോട്ടു നയിച്ച പരിശുദ്ധ അമ്മയുടെ പരിപാലനയ്ക്കു മുന്നിൽ ശിരസ് നമിക്കുന്നു. സമയബന്ധിതമായി വേണ്ട നിർദ്ദേശങ്ങളും പ്രോത്സാഹനവും നൽകുന്ന താമരശ്ശേരി കോർപ്പറേറ്റിന്റെ ശക്തനായ സാരഥി റവറൻ ഫാദർ ജോസഫ് പാലക്കാട്ടച്ചന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയർപ്പിക്കുന്നു. ഈ സ്കൂളിന്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് കൂടെ നിന്ന് കരുത്തു പകരുന്ന റവറൻ ഫാദർ ജിനോ ചുണ്ടയിൽ അച്ഛനെയും ഹെഡ്മാസ്റ്റർ ശ്രീ സജി ജോസഫ് സാറിനെയും അധ്യാപക അനധ്യാപകരെയും PTA പ്രസിഡന്റ് ശ്രീ ഷാജു നരിപ്പാറ, വൈസ് പ്രസിഡന്റ് ശ്രീ ജിമ്മി ജോർജ് വല്ലയിൽ, MPTA പ്രസിഡന്റ് ശ്രീമതി ടിൻറ്റു സെബാസ്റ്റ്യൻ, ജനപ്രതിനിധികൾ, PTA എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ, മാതാപിതാക്കൾ, നല്ലവരായ നാട്ടുകാർ എല്ലാവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഏവരുടെയും അംഗീകാരത്തിനായി ഈ ഡിജിറ്റൽ റിപ്പോർട്ട് സാദരം സമർപ്പിക്കുന്നു.